Dear students, in the last class we discussed about various provisions regarding pension, and today we are going to discuss about income tax provisions in respect of leave salary. എന്താണ് ലീവ് സാലറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? സാധാരണയായി ഒരു എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഓരോ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിനും അയാൾ ഒരു നിശ്ചിത പീരീഡിൽ ലീവ് ലഭിക്കാൻ അയാൾ അർഹനാണ്. ഓക്കെ, സാധാരണയായിട്ട് നമ്മുടെ ഗവൺമെൻറ് സർവീസിലൊക്കെ ഒരു വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം, അതായത് 30 ദിവസം ലീവ് ലഭിക്കാൻ ആ എംപ്ലോയി അർഹനാണ്. പക്ഷേ നമ്മൾ എന്ത് സാധാരണ ചെയ്യുക, ഓരോ വർഷവും ജോലി ചെയ്യുമ്പോൾ ഒരു മാസം ലീവ് എടുക്കാറില്ല, തുടർച്ചയായിട്ട് നമ്മൾ ജോലി ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ലീവ് ലഭിക്കേണ്ടിയിരുന്ന ഒരു മാസം കൂടെ നമുക്ക് സാലറി ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, ഒരു വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ 13 മാസത്തെ സാലറി ലഭിക്കുമെന്ന്. 12 മാസത്തെ സാലറിയും പിന്നെ ഒരു വർഷം ലീവ് എടുക്കാത്തത്, ഒരു വർഷം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കേണ്ടിയിരുന്ന ഒരു മാസത്തെ ലീവ് എടുക്കാത്തത് കൊണ്ട് അതുകൂടെ ക്യാഷായിട്ട് കിട്ടുക. അപ്പോൾ ലീവ് നമ്മൾ എടുക്കാതെ ആ ലീവ് എംപ്ലോയർക്ക് കൊടുത്തിട്ട് നമ്മൾ അതിനു കൂടെ ശമ്പളം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്ട്രാ കിട്ടുന്ന ആ ലീവിന് പകരം ലീവ് സറണ്ടർ ചെയ്തുകൊണ്ട്, ലീവ് എംപ്ലോയർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അതിന് വാങ്ങിക്കുന്ന സാലറിയെയാണ് ലീവ് സാലറി അല്ലെങ്കിൽ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയും. മനസ്സിലായോ? ലീവ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു എംപ്ലോയി 20 വർഷം വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. 20 വർഷം വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു വർഷത്തേക്ക് ഒരു മാസത്തോതിൽ 20 മാസത്തെ സാലറി അധികമായിട്ട് കിട്ടും. ശരിയല്ലേ? ഇത് ഓരോ കാലയളവിൽ അല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് ഈ ഏൺഡ് ലീവ് സാലറി വാങ്ങിക്കാവുന്നതാണ്. ലീവ് സാലറി വാങ്ങിക്കാം. ഇനി ഇതല്ലെങ്കിൽ എന്ത് ചെയ്യാം? റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് നമുക്ക് ഒരു വലിയ എമൗണ്ട് ആയിട്ട് ലീവ് സാലറി വാങ്ങിക്കാം. മനസ്സിലായല്ലോ? ഈ 2 രീതിയിൽ ലീവ് സാലറി നമുക്ക് വാങ്ങിക്കാം. An employee can encash the earned leave standing to his credit. The amount so received is called leave salary. ഒരാളുടെ അക്കൗണ്ടിൽ എത്രയാണോ ക്രെഡിറ്റ് ആയിട്ട് കിടക്കുന്ന ലീവ്, ഞാൻ പറഞ്ഞു 5 വർഷം ഞാൻ സർവീസ് നടത്തി ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്തു, ഞാൻ 5 മാസം എനിക്ക് ഏൺഡ് ലീവ് എടുക്കാനുണ്ട്. ഏൺഡ് ലീവ് 5 മാസമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള ഏൺഡ് ലീവ് 5 months ആണ്. ഇതെനിക്ക് എന്ത് ചെയ്യാം? സാലറി ആയിട്ട് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഒരു എമൗണ്ട് അതിന് പകരമായിട്ട് ഒരു എമൗണ്ട് എംപ്ലോയറിൽ നിന്ന് വാങ്ങിക്കാം. ഇതിനെയാണ് ലീവ് സാലറി അല്ലെങ്കിൽ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയുന്നത്. ഇത് എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് ക്യാൻ ബി ഡൺ എയ്തർ ഡ്യൂറിങ് സർവീസ് ഓർ അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ്. ഞാൻ സൂചിപ്പിച്ചു, സർവീസിൽ ഇരിക്കുന്ന സമയത്തോ റിട്ടയർ ചെയ്യുന്ന സമയത്തോ ലീവ് സാലറി നമുക്ക് വാങ്ങിക്കാം. ലീവ് സാലറി റിസീവ്ഡ് ഡ്യൂറിങ് സർവീസ് ഈസ് ഫുള്ളി ടാക്സബിൾ. സർവീസിൽ ഇരിക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന ഏൺഡ് ലീവ് സാലറി എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ ആണ്. ഏത് ടൈപ്പ് എംപ്ലോയി ആയാലും, ഗവൺമെൻറ് എംപ്ലോയി ആയാലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയാലും, സർവീസിലിരിക്കുമ്പോൾ ലീവ് സാലറി വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി നമുക്ക് സർവീസിലിരിക്കുന്ന സമയത്തല്ല, റിട്ടയർ ചെയ്യുന്ന സമയത്താണ് ഈ ലീവ് സാലറി വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടാക്സബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി എംപ്ലോയീസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് എംപ്ലോയീസ് എന്നും നോൺ ഗവൺമെൻറ് എംപ്ലോയീസും. ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസും സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസും മാത്രമാണ് എന്ന് ഓർക്കുക. ബാക്കി എല്ലാ എംപ്ലോയീസും നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് എന്നാണ് അറിയുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ലീവ് സാലറി റിസീവ്ഡ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ്. മുഴുവനും എക്സംഷൻ കിട്ടും.
എത്ര തന്നെ ലീവ് സാലറി വാങ്ങിക്കഴിഞ്ഞാലും ഫുള്ളി എക്സംപ്റ്റ് ആണ്, ടാക്സ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ ഇൻ കേസ് ഓഫ് നോൺ ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എംപ്ലോയീസോ അല്ലാത്ത എംപ്ലോയീസാണ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. അവരെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി എക്സംഷൻ കിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. 4 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ആ 4 എണ്ണത്തിൽ ഏറ്റവും കുറവ് ഏതാണോ വരുന്നത് അതും കഴിച്ച് ബാക്കിയുള്ളത് ടാക്സബിൾ ആണ്. ഏറ്റവും കുറവ് വരുന്ന എമൗണ്ട് വരെ ആണ് എക്സംഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു 10 ആണ്. എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് വരെ, റിട്ടയർ ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ടൈമിന് തൊട്ട് മുൻപുള്ള 10 മാസത്തെ സാലറി എത്രയാണ് വരിക? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് ആവറേജ് മന്ത്ലി സാലറി കിട്ടും. ആവറേജ് മന്ത്ലി സാലറി കാണേണ്ടത് അങ്ങനെയാണ്. ഏറ്റവും അവസാനമുള്ള 10 മാസത്തെ ശമ്പളം ടോട്ടൽ ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആവറേജ് മന്ത്ലി സാലറി കിട്ടും ഇൻറ്റു 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവിടെ പറഞ്ഞിട്ടുള്ള നിബന്ധന ഏറ്റവും ഒടുവിൽ വാങ്ങിച്ചിട്ടുള്ള 10 മാസത്തെ മൊത്തം സാലറിയാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ആവറേജ് കണ്ടുപിടിച്ചിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 10 മാസത്തെ സാലറി എന്നർത്ഥം. ഓക്കെ, ഇനി നമ്പർ 2, ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു പീരീഡ് ഓഫ് ഏൺഡ് ലീവ് അറ്റ് ദി ക്രെഡിറ്റ് ഓഫ് എംപ്ലോയി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ്. എന്താണ് ആവറേജ് മന്ത്ലി സാലറി? എന്താണെന്ന് നേരത്തെ കണ്ടല്ലോ. ഇനി എത്രയാണ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെ ക്രെഡിറ്റിലുള്ള ലീവ് എത്രയാണ്, അത്രയും ലീവിന് ആവറേജ് മന്ത്ലി സാലറി കൊടുക്കും. ഓക്കെ, ഉദാഹരണമായി ഒരാൾക്ക് 20 വർഷത്തെ സർവീസ് ഉണ്ടെന്ന് കരുതുക. 20 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് 20 മാസത്തെ സാലറി ലഭിക്കാൻ അർഹതയുണ്ടല്ലോ. മൊത്തം നോക്കുമ്പോൾ 20 മാസത്തെ ലീവ് സാലറി ലഭിക്കാൻ അർഹതയുണ്ട്. പക്ഷേ അയാൾ ഒരു 15 വർഷം അതാത് സമയത്ത് തന്നെ, അല്ലെങ്കിൽ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ 15 തവണയായിട്ട് അല്ലെങ്കിൽ 15 മാസത്തെ സാലറി നേരത്തെ തന്നെ ലീവ് സാലറി വാങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ലീവ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. ലീവ് സാലറി വാങ്ങിക്കാതെ ആ ലീവായിട്ട് തന്നെ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക 15 മാസം. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള ഏൺഡ് ലീവ് എന്ന് പറയുന്നത് 5 മാസമായിരിക്കുമല്ലോ. 20 വർഷമുള്ള സർവീസിൽ 15 വർഷം അയാൾ ലീവ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു, ബാക്കി 5 അല്ലേ ഉണ്ടാവുക. അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള ഏൺഡ് ലീവ് എന്ന് പറയുന്നത് 5 months ആണ്. അപ്പോൾ ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു 5, അങ്ങനെ ഒരു എമൗണ്ട് കിട്ടിയല്ലോ. ആ എമൗണ്ട്, അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആ ക്രൈറ്റീരിയ. മൂന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ്. ഒരു ആബ്സല്യൂട്ട് എമൗണ്ട് പറഞ്ഞിരിക്കുകയാണ്, 3 lakh rupees. നാലാമത്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ലീവ് സാലറി റിസീവ്ഡ്. ഈ 4 എണ്ണത്തിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് വരുന്നത്, അതാണ് എക്സംഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചില പോയിന്റ്സ് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളത് ഓർക്കുക. ആവറേജ് മന്ത്ലി സാലറി കാണേണ്ടത് എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, റിട്ടയർ ചെയ്യുന്ന ആ ദിവസം ഉൾപ്പെടെ ആ പോയിന്റ് ഓഫ് ടൈമിന് തൊട്ട് മുൻപുള്ള 10 മാസമാണ്. അല്ലാതെ റിട്ടയർ ചെയ്യുന്ന മാസത്തിൻ്റെ തൊട്ട് മുൻപുള്ള 10 മാസം എന്നല്ല. റിട്ടയർ ചെയ്യുന്ന ആ ടൈമിന് തൊട്ട് മുൻപുള്ള എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്യുന്ന ആ ദിവസം, ആ സമയം വരെയുള്ള അവസാനത്തെ 10 മാസം എന്നർത്ഥം. ഓക്കെ, സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രധാനമായും ഇവിടെ 3 കാര്യങ്ങളാണ് വരുന്നത്. ബേസിക് പേ വരും, DA വരും, പക്ഷെ DA എല്ലായ്പ്പോഴും വരില്ല, ഇഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ്സ്. ഓക്കെ, പ്ലസ് കമ്മീഷൻ എല്ലായ്പ്പോഴും വരില്ല, ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ദി എംപ്ലോയി. അങ്ങനെയാണെങ്കിൽ മാത്രം കമ്മീഷൻ വരും. ഓക്കെ, അപ്പോൾ എന്തിനായാലും ബേസിക് പരിഗണിക്കും. DA ചിലപ്പോൾ മാത്രം, എപ്പോഴാണെന്ന് അറിയാം. കമ്മീഷനും ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം. ഓക്കെ, അതാണ് സാലറി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഒരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അനുവദിക്കുന്ന ലീവ് എന്ന് പറഞ്ഞത്, ഒരു വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ സാധാരണ അനുവദിക്കുന്ന ലീവ് എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ് അല്ലെങ്കിൽ 1 മാസമാണ് എന്ന് പറഞ്ഞു.
അതാണ് അപ്രൂവ്ഡ് പീരീഡ് ഓഫ് ഏൺഡ് ലീവ്. ഏൺഡ് ലീവിൻ്റെ അപ്രൂവ്ഡ് പീരീഡ് എന്ന് പറയുന്നതാണ് 30 ഡേയ്സ്. ഈ 30 ഡേയ്സ് പ്രകാരമായിരിക്കണം നമ്മൾ അയാളുടെ ഒരു എംപ്ലോയിയുടെ ഏൺഡ് ലീവ് എത്രയാണ് എന്ന് കൗണ്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ എംപ്ലോയർ അനുവദിക്കുന്നത് 1 വർഷം ജോലി ചെയ്താൽ 2 മാസമൊക്കെ അനുവദിക്കും. പക്ഷേ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര എടുക്കാൻ പാടുള്ളൂ, എത്രയാണോ അയാളുടെ സർവീസ് ഉള്ളത്, ഓരോ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിന് 30 ദിവസം അല്ലെങ്കിൽ 1 മാസം ആണ് എലിജിബിൾ ആയിട്ടുള്ള ഏൺഡ് ലീവായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്, എംപ്ലോയർ എത്ര തന്നെ അനുവദിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി ഒരു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിന് 1 മാസം, അതായത് 30 ദിവസം ഏൺഡ് ലീവ്. അതാണ് അപ്രൂവ്ഡ് പീരീഡ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഏൺഡ് പീരീഡുമായി ബന്ധപ്പെട്ടുള്ള ആ ലീവ് കൗണ്ട് ചെയ്യാൻ വേണ്ടി പീരീഡ് പരിഗണിക്കുന്ന സമയത്ത് ഒരു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഒരു എംപ്ലോയറുടെ കീഴിൽ 25 വർഷവും 11 മാസവും വർക്ക് ചെയ്തു എന്ന് വിചാരിക്കും. 25 വർഷവും 11 മാസവും. ആ 11 എന്നുള്ളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. 10 വർഷവും 1 മാസവും വർക്ക് ചെയ്തു. 1 മാസം ഒഴിവാക്കണം. 10 വർഷം മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അതാണ് അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ചില പ്രത്യേക പോയിന്റ്സ്. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ടാക്സബിൾ ലീവ് സാലറി ഓഫ് മിസ്റ്റർ രവികുമാർ ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. Leave salary received rupees 4 lakh. Monthly salary at the time of retirement rupees. Basic pay rupees 14,000. DA rupees 4,000. Entertainment allowance rupees 1,000. Okay. പിന്നെ എന്താ മറ്റൊരു കാര്യം പറയുന്നത്? ഡ്യൂറേഷൻ ഓഫ് സർവീസ് 23 years and 8 months. For leave allowed by the employer 40 days for each year of service. 5. Leave availed while in service 4 months. Assume that Mr. Ravikumar was working in a private limited company. എന്താണ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത? എന്താണ് നിങ്ങളോട് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? From the following details calculate taxable leave salary of Ravikumar. ടാക്സബിൾ ലീവ് സാലറിയാണ് കാണേണ്ടത്. ഓക്കെ, ടാക്സബിൾ എമൗണ്ട് ആണ് കാണേണ്ടത്. ഇവിടെ രവികുമാർ എന്ന് പറയുന്ന ആള് എവിടുന്നാണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്? എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ്. അപ്പൊ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഓക്കെ, ലീവ് സാലറി 4 ലക്ഷം രൂപയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. മൊത്തം സർവീസ് ഉള്ളത് 23 വർഷവും 8 മാസവുമാണ്. ഓക്കെ, ലീവ് അലൗഡ് ബൈ ദി എംപ്ലോയർ 40 days ഫോർ ഈച്ച് ഇയർ ഓഫ് സർവീസ്. ഓരോ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിനും എംപ്ലോയർ 40 ദിവസം അനുവദിക്കുന്നുണ്ട്. ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ലീവ് സാലറി 4 ലക്ഷമാണ്. അതിൻ്റെ ടാക്സബിൾ എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സബിൾ എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എത്രയാണോ ലീവ് സാലറി കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് എക്സംഷൻ കിട്ടും. ആ എക്സംഷൻ കിട്ടുന്നത് നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എക്സംഷൻ കിട്ടുക എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു? ഓർത്തു നോക്കി. 3 കണ്ടീഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ? എന്തായിരുന്നു 3? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു 10 എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്, അല്ലേ? ആവറേജ് മന്ത്ലി സാലറി എന്ന് പറയുമ്പോൾ മന്ത്ലി സാലറി എങ്ങനെയാണ് കാണുക? ബേസിക് പേ വരും, DA പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ DA പ്രത്യേകം പറഞ്ഞിട്ടില്ല, കമ്മീഷൻ ഇല്ല. അതുകൊണ്ട് ബേസിക് പേ മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. മന്ത്ലി സാലറി 14,000 രൂപയാണെന്ന് പറയുന്നു. മുമ്പുള്ള പല വർഷങ്ങളിലുള്ളതൊന്നും തരാത്തത് കൊണ്ട് തന്നെ 10 കഴിഞ്ഞ 10 മാസത്തെ സാലറിയും
14,000 രൂപ തന്നെ എന്ന് കണക്കാക്കിയ നമുക്ക് നിർവാഹമുണ്ട്. അപ്പോൾ ആവറേജ് മന്ത്ലി സാലറി എത്രയാണ് വരിക? 14,000 ഇൻറ്റു 10/10, അതായത് 14,000 രൂപ തന്നെ. ഓക്കെ, അപ്പോൾ 14,000 രൂപ ആവറേജ് സാലറി ഇൻറ്റു 10 ആണ് ഒരു ക്രൈറ്റീരിയ. നോക്കൂ, ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു 10, 14,000 ഇൻറ്റു 10, 1,40,40,000, അതാണ് ഒരു ക്രൈറ്റീരിയ. രണ്ടാമത്തത് എന്തായിരുന്നു പറഞ്ഞാൽ, ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു പീരീഡ് ഓഫ് ഏൺഡ് ലീവ് ഇൻ മന്ത്സ് അറ്റ് ദി ക്രെഡിറ്റ് ഓഫ് എംപ്ലോയി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ അക്കൗണ്ടിൽ എത്രയാണോ ക്രെഡിറ്റ് ആയിട്ട് ഏൺഡ് ലീവ് ഉള്ളത് അത് ഇൻറ്റു ആവറേജ് മന്ത്ലി സാലറിയാണ്. ആവറേജ് മന്ത്ലി സാലറി 14,000 രൂപയാണെന്ന് കണ്ടു. നോക്കി, ഡ്യൂറേഷൻ ഓഫ് സർവീസ് 23 years and 8 months. അപ്പോൾ ഫ്രാക്ഷൻ ഒഴിവാക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 23 years ആണ് സർവീസ്. അപ്പോൾ 23 months ആണ് ഏൺഡ് ലീവ്. 23 months ആണ്, ഒരു വർഷത്തേക്ക് ഒരു മാസം. ഇവിടെ എംപ്ലോയർ അനുവദിച്ചിട്ടുള്ളത് 40 ദിവസം. അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് അപ്രൂവ്ഡ് ഏൺഡ് ലീവ് എന്ന് പറയുന്നത് എത്രയാണ്? 30 days ആണ്. അപ്പോൾ 23 വർഷത്തേക്ക് 23 മാസമാണ് അപ്രൂവ്ഡ് ഏൺഡ് ലീവ് ഉണ്ടാവുക. അതിൽ ലീവ് അവൈൽഡ് വൈൽ ഇൻ സർവീസ്, സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ലീവ് അവൈൽ ചെയ്തിട്ടുണ്ട് 4 months. അപ്പോൾ 23-ൽ നിന്ന് 4 കഴിച്ച് 19 months ആണ് ഇയാൾക്ക് ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഏൺഡ് ലീവ് അയാളുടെ ക്രെഡിറ്റിൽ ഉണ്ടാവുക. അപ്പോൾ 14,000 ആവറേജ് മന്ത്ലി സാലറിയാണ് ഇൻറ്റു 19 months. എത്രയാണ് വരിക? 14,000 ഇൻറ്റു 19 months. നോക്കൂ, 23 ഇൻറ്റു 1 മൈനസ് 4, 19 months, 2,66,000 ആണ് വരിക. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 3 ആക്ച്വൽ ലീവ് സാലറി റിസീവ്ഡ് 4 lakh. ഈ 4 എമൗണ്ടിൽ ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തേതാണ്, 1,40,40,000. അപ്പോൾ കിട്ടിയ ലീവ് സാലറി 4 ലക്ഷമായിരുന്നു. എക്സംഷൻ കിട്ടുക 1,40,40,000 ബാക്കി 2,60,60,000 ടാക്സബിൾ ലീവ് സാലറി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Mr. Ben retired on 1st October 2019 after 22 years and 3 months of service from a public limited company. At the time of retirement, he received rupees 1,75,000 as leave encashment. His employer allows 2 months leave for every year of service. He has already encashed 7 months leave and has taken 3 months leave while in service. Calculate the taxable amount of leave salary. ഇവിടെയും ടാക്സബിൾ എമൗണ്ട് ഓഫ് ലീവ് സാലറിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണ് അതിൻ്റെ? അയാളുടെ ഹിസ് സാലറി ഡ്യൂറിംഗ് ദി കലണ്ടർ ഇയർ 2019 was rupees 10,000 per month and during 2018 was rupees 8,000 per month. Assume that the salary falls due on last day of every month. ഓരോ മാസവും സാലറി ഡ്യൂ ആകുന്നത് അതാത് മാസത്തിൻ്റെ അവസാന ദിവസമാണ്. What will be the taxable amount of salary if he is a government employee? മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നുവെങ്കിൽ എത്രയാണ് ടാക്സബിൾ ലീവ് സാലറി വരിക എന്നും കൂടെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ആദ്യം ഇയാൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് എംപ്ലോയി ആണ്, അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള രീതിയിൽ ലീവ് സാലറി ടാക്സബിൾ എമൗണ്ട് കാണും. അതിനുശേഷം ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള രീതിയിൽ ലീവ് സാലറിയുടെ ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം നോൺ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുകയാണ്, അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ. എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ലീവ് സാലറി? ലീവ് സാലറി റിസീവ്ഡ് 1,75,000 ആണ്. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ കേസിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ലീവ് സാലറി ഓഫ് മിസ്റ്റർ ബെൻ. ലീവ് സാലറി റിസീവ്ഡ് 1,75,000 ആണ്. ഓക്കെ, അതിൽ എക്സംഷൻ കിട്ടുക പ്രൈവറ്റ് എംപ്ലോയി ആണ്, നോൺ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള രീതിയിലാവുമ്പോൾ എക്സംഷൻ കിട്ടും. 4 കണ്ടീഷനാണുള്ളത്. ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു 10, ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു പീരീഡ് ഓഫ് ഏൺഡ് ലീവ് അറ്റ് ദി ക്രെഡിറ്റ് ഓഫ് എംപ്ലോയി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഓഫ് 3 lakh ആൻഡ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ലീവ് സാലറി റിസീവ്. ഈ 4 ക്രൈറ്റീരിയയിൽ ഏറ്റവും കുറവുള്ളതാണ്. അപ്പോൾ ഡിഡക്ഷൻ കിട്ടുക, എക്സംഷൻ കിട്ടുക. അതിൽ ഓരോന്നായിട്ട് നോക്കാണ്ട് ആവറേജ് മന്ത്ലി സാലറി എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് മന്ത്ലി സാലറി റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എന്ന് പറയുമ്പോൾ
ഒക്ടോബർ മാസമാണ് റിട്ടയർ ചെയ്യുന്നത്. ഒക്ടോബറിൽ റിട്ടയർ ചെയ്യുന്നു 1-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്നത് തൊട്ട് മുമ്പുള്ള 10 മാസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ വരെയുള്ള 10 മാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 10 മാസം കഴിഞ്ഞ ഡിസംബർ മുതൽ, അതായത് 2018 ഡിസംബർ മുതൽ 2019 സെപ്റ്റംബർ 30 വരെ. ശരിയല്ലേ? അപ്പം നോക്കൂ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30 വരെ. അപ്പോഴാണ് 10 മാസമാകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു 2018 ഓരോ മാസവും സാലറി കിട്ടിയിരിക്കുന്നത് 8,000 ആണ്. 2019 കലണ്ടർ ഇയറിൽ ഓരോ മാസവും കിട്ടിയിരിക്കുന്നത് 10,000. അപ്പോൾ 2019 സെപ്റ്റംബർ 30 വരെ എന്ന് പറയുമ്പോൾ 10,000 രൂപ തോതിൽ 9 മാസം വരും. തൊട്ട് മുൻപുള്ള 2018 ഡിസംബർ ഒരു മാസം 8,000 രൂപയും കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ 10,000 × 9 8,000 × 1, അങ്ങനെയാണ് 10 മാസത്തെ സാലറി വരിക. 10,000 × 9 + 8,000 × 1 ഹോൾ ഡിവൈഡഡ് ബൈ 10 × 10. ഓക്കെ, അപ്പോൾ ആവറേജ് മന്ത്ലി സാലറി 9,800 വരും. × 10 98,000 രൂപ വരും. പിന്നെ ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു പീരീഡ് ഓഫ് ഏൺഡ് ലീവ് അറ്റ് ദി ക്രെഡിറ്റ് ഓഫ് എംപ്ലോയി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. എത്രയാണ് ഇയാൾക്ക് ഉണ്ടായിരുന്ന സർവീസ് എന്ന് നോക്കൂ. എത്ര വർഷമാണ് ഇയാളുടെ കംപ്ലീറ്റ്? 22 years and 3 months ആണ്. അപ്പോൾ 22 മാസത്തെ ഏൺഡ് ലീവാണ് ഇയാൾക്ക് അർഹതയുള്ളത്. 22 മാസം 30 ദിവസം തോതിൽ അല്ലെങ്കിൽ 1 മാസം തോതിൽ. ഇയാൾക്ക് അനുവദിക്കുന്ന 2 മാസമാണ്. അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. നമ്മുടെ അപ്രൂവ്ഡ് ലീവ്, ഏൺഡ് ലീവ് എന്ന് പറയുന്നത് 22 months ആണ്. ഓക്കെ, ആ 22 monthsൽ ഹി ഹാസ് ഓൾറെഡി എൻകാഷ്ഡ് 7 months. 7 മാസത്തെ നേരത്തെ തന്നെ ക്യാഷ് വാങ്ങിക്കഴിഞ്ഞു സർവീസിലിരിക്കുന്ന സമയത്ത്. ആൻഡ് ഹാസ് ടേക്കൺ 3 months ലീവ്. സർവീസിലിരിക്കുന്ന സമയത്ത് 3 മാസത്തെ ലീവ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻഗേജ് ചെയ്തതും 3 മാസത്തെ ലീവ് എടുത്തതും ഉൾപ്പെടെ 10 മാസം കഴിഞ്ഞു. ബാക്കി 22ൽ 10 കഴിച്ച് 12 മാസമാണ് ഇയാൾക്ക് ബാലൻസ് നമ്പർ ഓഫ് മന്ത്സ് ഓഫ് ഏൺഡ് ലീവ് അറ്റ് ദി ക്രെഡിറ്റ് ഓഫ് ദിസ് എംപ്ലോയി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. ശരിയല്ലേ? അപ്പോൾ ബാക്കി 12 മാസത്തേക്ക് 9,800 ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു 12 months 1,17,600. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 3 lakh. ആക്ച്വൽ എമൗണ്ട് ഓഫ് ലീവ് സാലറി റിസീവ്ഡ് 1,70,000. ലോവസ്റ്റ് എമൗണ്ട് ഏതാണ്? ഈ 4 എണ്ണത്തിൽ 98,000 ആണ്. 98,000 എക്സംഷൻ കിട്ടും. ടാക്സബിൾ എമൗണ്ട് ഓഫ് ലീവ് സാലറി 77,000 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അയാൾ ഗവൺമെൻറ് എംപ്ലോയി ആണ് എങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ സാലറി ഓഫ് മിസ്റ്റർ ബാൻ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021. രണ്ടാമത്തെ കേസ്, അതായത് ഗവൺമെൻറ് ലീവ് സാലറി റിസീവ്ഡ് 1,75,000. ഫുള്ളി എക്സംപ്റ്റഡ് ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട്. അപ്പോൾ 1,75,000 ലെസ് ചെയ്തു. ടാക്സബിൾ എമൗണ്ട് ഓഫ് ലീവ് സാലറി എന്ന് പറയുന്നത് നില്ലാണ്. ഓക്കെ, ഇതാണ് ലീവ് സാലറിയായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.